കുറേ ക്രിസ്മസ് ഡെക്കറേഷൻ നമ്മൾ ഒരു ഷോപ്പിംഗ് ഹാള് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞങ്ങളിപ്പോൾ ക്രിസ്മസ് ട്രീയും പിന്നെ ഈ കുഷനും ഞങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെറിയ ക്രിസ്മസ് ട്രീ ആണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ലൈറ്റ് TV ആ യൂണിറ്റിന് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. ബാക്കില് ക്യൂട്ട് സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് വെക്കണ അപ്പൂപ്പനെ എനിക്ക് കിട്ടിയുള്ളൂ ഇപ്രാവശ്യം. നമ്മുടെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നതായിരുന്നു, പക്ഷേ ആ ഒരു റെനോവേഷൻ ടൈമിൽ കുറേ ഡിസ്കാർഡ് ചെയ്തപ്പോൾ കൂടെ അതൊക്കെ പോയി. പിന്നെ ഇപ്രാവശ്യം നമ്മൾ കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ 2 ഫീറ്റിൻ്റെയാണ് വാങ്ങിച്ചത്. അതും പോയി ഞാൻ ഷോപ്പിലൊക്കെ പോയപ്പോൾ വലിയ നല്ല ഭംഗിയുള്ളതുണ്ട്, പക്ഷേ നമുക്ക് വാങ്ങാൻ എളുപ്പമാണ്. ഒരു 10 ദിവസം നമുക്ക് വീട്ടിൽ വെക്കാം. പക്ഷെ അത് കഴിഞ്ഞ് 1 വർഷത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സേവ് ചെയ്ത് വെക്കാനൊന്നും നമുക്ക് തൽക്കാലം സ്ഥലം അനുവദിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 2 ഫീറ്റിൻ്റെ കുഞ്ഞു ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, നമ്മളിപ്രാവശ്യം വെക്കേഷൻ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും അത് കാണാൻ നമ്മളുണ്ടാവില്ല. ന്യൂ ഇയറിൻ്റെ സമയത്തല്ലേ നമ്മൾ തിരിച്ചു വരുള്ളൂ. ന്യൂ ഇയർ കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് എന്തിനാണ് ഈ വലുത് വാങ്ങിക്കണേന്ന് വിചാരിച്ചു. നമുക്ക് ഇനിയും വലിയൊരു വീടൊക്കെ വാങ്ങണ സമയത്ത് ഇതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് സ്പേസൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് വലിയ ക്രിസ്മസ് ട്രീ വെക്കാം. ചെറുതായതുകൊണ്ട് ആദ്യമൊക്കെ കുറച്ച് വിഷമമുണ്ടായിരുന്നു. പിന്നീട് ഈ സ്പേസിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഈ ഒരു ചെറിയ ട്രീയും അതിൻ്റെ കൂടെയുള്ള ഒരു സെറ്റ് ഓർണമെൻറ്റ്സും കൂടിയിട്ട് 110 + 110 അത്രേ ആയിട്ടുള്ളൂ. നമുക്ക് 220 റുപ്പീസിനാണ് നമ്മളിത് വാങ്ങിച്ചേക്കണേ. അതും നമ്മൾ ഇൻസ്റ്റാമാർട്ടിലാണ് ഓർഡർ ചെയ്തത്. ഒരു 20 മിനിറ്റ്സിൽ നമുക്ക് വീട്ടിൽ ഡെലിവറായി. ഞങ്ങളുടെ ഡെക്കറേഷൻ ആ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു നല്ല ഭംഗിയുണ്ട്. നല്ല ബ്രൈറ്റ്. സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യവും നോക്കാറുണ്ട് ഈ ഒരു ക്രിസ്മസ് തീംഡ് ടീഷർട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഒരു സമയത്തും കിട്ടാറില്ല. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ജയചന്ദ്രന് കിട്ടിയിട്ടുണ്ടായിരുന്നു. 149 റുപ്പീസേ ഉള്ളൂ കേട്ടോ ഒരെണ്ണത്തിന്. നല്ല ലാഭമായിട്ട് തോന്നി. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ റൂമുകളിലേക്ക് പോയിട്ട് ചെറിയ രീതിയിൽ നമ്മുടെ ബെഡ്ഷീറ്റ്, കുഷ്യൻ അങ്ങനെയുള്ള ഒരു ഡെക്കറേഷനെ നമ്മളിവിടെ ചെയ്യണുള്ളൂ. വേറെ ഒന്നും ഒട്ടിക്കലോ അല്ലെങ്കിൽ ചുമര്, ഇപ്പം നമ്മൾ റെനോവേഷൻ കഴിഞ്ഞു, പെയിൻറ്റിങ് കഴിഞ്ഞതുകൊണ്ട് ചുമരിൽ കൈവച്ചിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മളില്ല. അപ്പോൾ നമ്മൾ പറ്റാവുന്ന രീതിയിൽ ഈ ഒരു ബെഡ്ഷീറ്റ്, അതാണല്ലോ നമ്മുടെ തീം എന്ന് പറയണേ. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് ആ ഗ്രീൻ കളർ നല്ല മാച്ചായിട്ട് വന്നു. അപ്പം വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നേരിട്ട് നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ രാത്രി എടുത്തതായതുകൊണ്ടാണ്. പിന്നെ പകൽ ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ റൂമിലും രാത്രിയാണ് നമ്മളിതെല്ലാം ചെയ്തത്. പക്ഷെ പകൽ കാണാൻ വേറൊരു ലുക്കായിരുന്നു.
നമ്മൾ ഹോളിയാണ് കളേഴ്സിൻ്റെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്മസാണ്. അത് പല ടൈപ്പിലുള്ള ഗ്രീൻസ്, അതിൻ്റെ ഇടയിൽ ഒരു റെഡ് വരും, പിന്നെ മഞ്ഞിൻ്റെ ആ ഒരു വൈറ്റ് കളറ്, പിന്നെ ഗോൾഡൻ കളർ മസ്റ്റായിട്ടുള്ളത്. അങ്ങനെ എന്താ പറയുക, നല്ല രസമാണ് ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു കളർ തീം എന്ന് പറയണത്. അപ്പോൾ ഇത് ഈ റൂമിലാണ് എനിക്ക് മറ്റേ റൂമിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഈ റൂമിൽ ചെയ്തപ്പോഴാണ്. ഇത് നെക്സ്റ്റ് ഡേ റൂമൊക്കെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഒതുക്കി വെച്ചതിന് ശേഷം, അതായത് കിത്തൂനൊക്കെ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് നമ്മൾ നാട്ടിൽ പോകാണല്ലോ, അപ്പോൾ അതിന് മുമ്പ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറ് നല്ല രസമുണ്ടായിരുന്നു പകൽ വെളിച്ചത്തിൽ കാണുമ്പോൾ. പിന്നെ ആ റൂമിൻ്റെ ടോട്ടലി ഉള്ള ഒരു കളർ തീം ശരിക്കും നല്ല മാച്ചായ പോലെ തോന്നി. ഇപ്പോൾ വൈറ്റ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഇടയിലൊരു റെഡ് വരുമ്പോൾ ബ്ലാങ്കറ്റ് വൈറ്റ് കളറാണ്. അപ്പോൾ ഒരു നല്ല ഒരു കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാർഡ്രോബിൻ്റെ ആണെങ്കിലും അതെ, കളേഴ്സും ഏകദേശം ഒരു പേസ്റ്റൽ ഒരു ഗ്രീനിഷ് ഒരു കളർ വന്നു. പിന്നെ വുഡൻ ഡെസ്ക് ആണെങ്കിലും എല്ലാം കൊണ്ടും ആ ഒരു ലൈറ്റ് നമ്മൾ മുമ്പ് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമ്മൾ അന്ന് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അണ്ടർ ദി കബോർഡ് ലൈറ്റ്. അപ്പോൾ അതൊക്കെ റൂമിനെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്തിടെ ഞാൻ ഈ റൂം കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു കളർ തീമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം. ഈ വാങ്ങിച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും, അതായത് ബെഡ്ഷീറ്റ്, കുഷൻ കവർ എല്ലാം ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാം നല്ല വിലക്കുറവിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേ സെയിം ഭംഗി തന്നെയാണ് കേട്ടോ ഈ റൂമിലുണ്ടായിരുന്നത്. ഈ ഒരു ബേബി ബ്ലാങ്കറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. അതൊരു ത്രോ പോലെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിനെ ശരിക്കും ഒരു ലുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. കുഷൻ കവേഴ്സ് ആണെങ്കിലും ആ ഒരു വൈറ്റ് തീമുമായിട്ട് നല്ല മാച്ചായിരുന്നു. ഷിയർ കർട്ടനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഷിയർ കർട്ടൻ ആകുമ്പോൾ നമുക്ക് എന്താ പകലുറങ്ങണവർക്കൊന്നും പറ്റില്ല, പക്ഷേ എനിക്ക് അങ്ങനെ പകലുറങ്ങണ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഈ വെളിച്ചം നന്നായിട്ട് ഉള്ളിലേക്ക് കയറിക്കോളും. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു മേക്ക് ഓവർ പോലെ ചെയ്തതാണ്. ആ ഒരു കളർ തീമിന് കറക്റ്റ് മാച്ചായി ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ക്രിസ്മസ് വീഡിയോ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, പിന്നെ ഹാപ്പി ന്യൂ ഇയർ കൂടി ഇപ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.